നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വലിയ ആത്മവിശ്വാസവുമായാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിന്റെ ആത്മവിശ്വാസം കേരളത്തിലുടനീളം പ്രകടമാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ കൂടിയായ വി.ഡി. രാജേഷ് പല സ്ഥലങ്ങളിലും ക്യാമ്പയിനുകൾക്കായി പോയി തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ പ്രതീക്ഷ വിൽക്കുന്ന നിരവധി മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളമൊട്ടാകെ ഏതാണ്ട് 30ഓളം മണ്ഡലങ്ങൾ ഏറ്റവും കൃത്യവും കാര്യവുമായി ബി.ജെ.പി ശ്രദ്ധിക്കുന്നുണ്ട്. അത് വിജയത്തിലേക്ക് എത്തും എന്നതാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ. ഏതായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനായി ഇപ്പോൾ ബി.ജെ.പിയുടെ അനിഷേധ്യനായ നേതാവും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെയും 4-ാം തീയതിയുമായി 2 പ്രാവശ്യം, ഒരാഴ്ചയ്ക്കുള്ളിൽ 2 പ്രാവശ്യമാണ് കേരളത്തിലേക്ക് നരേന്ദ്രമോദി എത്തിച്ചേരുക. ഈ മാസം 29 ഞായറാഴ്ച, ഏപ്രിൽ 4 എന്നീ ദിവസങ്ങളിലാണ് മോദി എത്തുക. പ്രധാനമന്ത്രി പറഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് റാലി 29 പാലക്കാടും, അതായത് നാളെ പാലക്കാടും അന്ന് തന്നെ തൃശ്ശൂരും നടക്കും. റോഡ് ഷോയും ഉണ്ടാകും. ഇനി കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ ഉച്ചയ്ക്ക് പാലക്കാടേക്ക് പ്രധാനമന്ത്രി എത്തും. 2:45 സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. 3:50 പരിപാടി അവസാനിപ്പിച്ച് 4:10 തൃശ്ശൂരിലേക്ക് പോകും. അവിടെയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉണ്ടാവുക തൃശ്ശൂരിൽ. ഏപ്രിൽ 4 വീണ്ടും എത്തുന്ന നരേന്ദ്രമോദി പാലായിലും തിരുവനന്തപുരത്തും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകും. അവിടെ പങ്കെടുക്കും. പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, വൈക്കം മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് റാലിയാണ് പാലായിൽ നടക്കുക. അന്ന് തന്നെ തിരുവനന്തപുരം നഗരത്തിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും ഉണ്ടാകും. ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി പ്രവർത്തകരും നടത്തുന്നുണ്ട്. വലിയ പ്രതീക്ഷയിലാണ് ബി.ജെ.പി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ തന്നെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി എത്തും എന്ന് പറഞ്ഞിരുന്നെങ്കിലും ആ ഘട്ടത്തിൽ പ്രധാനമന്ത്രിക്ക് എത്താൻ കഴിയുമോ എന്ന ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഏതായാലും വികസന പദ്ധതികളൊന്നും തന്നെ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ കഴിയില്ല. കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിയും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളും ഉറ്റുനോക്കുന്ന പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിലെ എല്ലാവരും തന്നെ, ഇന്ത്യയിലും ലോക നേതാക്കന്മാരുടെ ഇടയിലും ആരാധ്യനായി തന്നിട്ടുള്ള നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഊർജിതപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ ബി.ജെ.പിക്ക് വലിയ വിജയസാധ്യതയുണ്ടെന്ന് കരുതുന്ന പല മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചും അദ്ദേഹം അവിടെ എത്തിച്ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ നമുക്കറിയാം, തിരുവനന്തപുരത്ത് 4-5 മണ്ഡലങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. വലിയ പ്രതീക്ഷയോടെയാണ് ബി.ജെ.പി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇടതു വലതു മുന്നണികൾക്ക് ഒരേ ഒരു കോമൺ ശത്രുവുള്ളത് ബി.ജെ.പി ആണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ, മാത്രമല്ല കഴിഞ്ഞ കെ മുരളീധരൻ അടക്കമുള്ളവർ പലരും പറയുകയും ചെയ്തു, നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ പറയുന്നതിൽ കാര്യമുണ്ട്, എവിടെയെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞാൽ എടുത്തിരിക്കുമെന്ന്. അപ്പോൾ കോൺഗ്രസ് ക്യാമ്പുകളുടെയും അതുപോലെ തന്നെ LDF ക്യാമ്പുകളുടെയും ഒക്കെ കോൺഫിഡൻസ് നശിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് വലിയ പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. വരുന്ന ഒരു ഭരണമാറ്റത്തിന്റെ മുന്നോടിയായി അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നു എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത്.